സോ നമസ്തേ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഞാനിപ്പോൾ ആഴിമല ശിവക്ഷേത്രം കാണാൻ പോവാണ്. പണ്ട് ഞാൻ പോയിട്ടുണ്ട്. ഇപ്പോൾ പുതിയൊരു ശിവപ്രതിമയൊക്കെ വന്നതിന് ശേഷം ഞാൻ ആദ്യമായിട്ടാണ് വിസിറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടൊരു ചെറിയൊരു വ്ളോഗായിട്ട് എടുക്കാമെന്ന് കരുതി. വിഴിഞ്ഞം റോഡ് വഴിയാണ് നമ്മൾ ആഴിമല ശിവക്ഷേത്രത്തിൽ എത്തേണ്ടത്. പോകുന്ന വഴിയാണ്. അതെ, ആഴിമല ശിവക്ഷേത്രം എത്തിക്കഴിഞ്ഞു. നമുക്ക് ദൂരെ നിന്ന് തന്നെ നമുക്ക് ഈ സ്റ്റാച്ചു കാണാൻ പറ്റും. നമ്മൾ ആഴിമല ശിവക്ഷേത്രം എത്തി. ഇവിടെ പാർക്കിങ്ങിനൊക്കെ അവർ 4 വീലർ പാർക്കിംഗ് ഒരു സൈഡിലാണ്, 2 വീലർ പാർക്കിംഗ് വേറൊരു സൈഡിലാണ്. അപ്പോൾ ടിക്കറ്റൊക്കെ വെച്ചിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിടുന്നത്. ഇതാണ് പാർക്കിങ്ങിലോട്ടുള്ള വഴിയാണ്. ഇതൊക്കെ ഓരോ വണ്ടി പോകുന്നതനുസരിച്ചാണ് ഇവർ അടുത്ത വണ്ടിയെ താഴേക്ക് വിടുന്നത് പാർക്കിങ്ങിനായിട്ട്. നോക്കിയാൽ ബീച്ച് വ്യൂ ഒക്കെ ഉണ്ട്. ഇതിപ്പോൾ ഞാനൊരു സാറ്റർഡേ ആണ് വന്നിരിക്കുന്നത്. അത് കാരണം അത്യാവശ്യം നല്ല തിരക്കുണ്ട്. എനിക്കിത് എന്തായാലും ഫീൽ ചെയ്ത് പണ്ടത്തെ ഒരു അമ്പല ഫീലല്ല, ഇപ്പോൾ ഭയങ്കര ടൂറിസ്റ്റ് സ്പോട്ട് പോലെയാണ് എനിക്കിപ്പോൾ തോന്നിയത്. ഒത്തിരി ഫോറിനേഴ്സ് ഉണ്ട്, നല്ല തിരക്കുണ്ട് കേട്ടോ. പാർക്കിംഗ് കിട്ടിയാൽ മതി. നമ്മളൊരു വൈകിട്ട് ഒരു 5-5:30 മണിയായപ്പോഴാണ് അവിടെ എത്തിയത്. ഇതൊരു കാഴ്ച തന്നെയാണ്. ഈ ശിവയുടെ ഈ സ്റ്റാച്യു എന്ന് പറയുന്നത് അതിമനോഹരമായിട്ടാണ് ഓരോ ഡീറ്റെയിലിംഗ് അത് ചെയ്തിരിക്കുന്നത്. എന്ത് ഭംഗിയാണെന്നറിയോ. 58 അടിയുണ്ട് ഇതിൻ്റെ പൊക്കം എന്ന് പറയുന്നത്. നമുക്ക് ഒത്തിരി തിരക്കുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അറിയാതെ ഇങ്ങനെ നിന്ന് നോക്കിപ്പോവും ഓരോ ഡീറ്റെയിലിംഗ്. ഈവൻ കാലിൻ്റെ ആ ഒരു വെയിൻ ഞരമ്പ് പോലും നമുക്കത് എവിഡൻ്റായിട്ട് നമുക്കത് കാണാൻ പറ്റുമായിരുന്നു. വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. നമ്മുടെ കേരളത്തിലുള്ളതിൽ ഏറ്റവും ടോളസ്റ്റ് ഒരു സ്റ്റാച്യു എന്നുള്ള ഒരു പ്രത്യേകതയും കൂടെയുണ്ട് ഈ ആഴിമല ശിവക്ഷേത്രത്തിൻ്റെ ഈ സ്റ്റാച്യുവിന്. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആ സ്റ്റാച്യുവിൻ്റെ ഇതൊക്കെ കണ്ട് നല്ലൊരു ഫീലായിരുന്നു. അത് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഒത്തിരി സ്കൂൾ കുട്ടികളൊക്കെ ഇതൊക്കെ കാണാൻ വന്നായിരുന്നു. അവിടെ നിന്ന് ഇങ്ങനെ ചുറ്റി തൊഴുതു. അത് കഴിഞ്ഞ് നേരെ നമ്മൾ ബീച്ചിലേക്കാണ് പോയത്. ചുമ്മാ ജസ്റ്റ് കാരണം ഒത്തിരി ഫോറിനേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ആ കടയിലുള്ള ഒരു ചേച്ചി പറയുന്നുണ്ടായിരുന്നു, ജയകുമാരി. പക്ഷേ ആ ഫോറിന് ആ ലേഡിക്ക് കിട്ടുന്നില്ല. അവസാനം യുനോ കന്യാകുമാരി, സോ ഐ ആം ജയകുമാരി എന്നൊക്കെ പറഞ്ഞായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ചുമ്മാ അവിടെ നിന്ന് ഒരു പട്ടം ജീവിതത്തിൽ പണ്ടെങ്ങാണ്ടോ ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടുത്തെ ആ ചേട്ടൻ പറഞ്ഞു ഒന്ന് ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞു. പിന്നെ അത് കുറേ നേരം പട്ടമൊക്കെ പറത്തിക്കൊണ്ടിരുന്നു. ഇത് ആ ത്രെഡ് നമ്മൾ ലൂസാക്കും തോറും അതങ്ങ് മേലേക്ക് പൊയ്ക്കൊണ്ടിരിക്കും. പിന്നെ ഞാൻ കൂടുതൽ റിസ്ക് എടുത്തില്ല. ഇനി നമ്മുടെ കയ്യിൽ നിന്ന് വല്ല അത് പറന്നു പോയിട്ട് പ്രശ്നമാകണ്ടെന്ന് കരുതി. പക്ഷെ നല്ലൊരു സായാഹ്നമായിരുന്നു. ഞാനും അമ്മയും എൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മയച്ഛനും എല്ലാവരും കൂടെ ആയിട്ട് പോയത്. അങ്ങനെ അത്രയേ ഉള്ളൂ എൻ്റെ ഈ വീഡിയോ. പുതിയ വീഡിയോയുമായി സന്ധിക്കും വരെ വണക്കം. ബൈ, ടേക്ക് കെയർ.